15ാം നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഒറ്റുനോക്കുന്നത്. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഭരണപ്രതിപക്ഷ പോരാട്ടത്തിന്റെ വേദിയായി ഇന്ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം മാറുമെന്നുറപ്പ്. പിണറായി സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനാണ് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ആ ഭാഗം ഗവർണർ വായിക്കുമോ, ഒഴിവാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അല്ല എങ്കിൽ തന്റെ വിയോജനം സ്പീക്കർ മുമ്പാകെ ഗവർണർക്ക് എഴുതി നൽകാമെന്നും ചട്ടമുണ്ട്. അങ്ങനെ നൽകുന്ന വിയോജനക്കുറിപ്പ് സഭയിൽ സ്പീക്കർ വായിക്കേണ്ടിയും വരും. തർക്കങ്ങളില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പുവെച്ചത് മാത്രമാണ് സർക്കാരിന് നിലവിലുള്ള ആശ്വാസം. പതിവ് പോലെ ഈ സമ്മേളനത്തിലും മാസപ്പടി വിവാദം ചൂടേറിയ വിവാദങ്ങൾക്ക് വഴി തുറക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ പുറത്തുവന്ന ROC റിപ്പോർട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് CMRL വിവാദം വീണ്ടും സഭയിൽ എത്തിക്കാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയും മകളും കൂടാതെ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണം പ്രതിപക്ഷ ആക്രമണത്തിന്റെ ശക്തിയെയും തളർത്തും. കരുവന്നൂരും കണ്ടലിയും തുടങ്ങി സഹകരണ തട്ടിപ്പുകളും പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ ആയുധങ്ങളാണ്. നവകേരള സദസ്സിന്റെ ഊർജ്ജത്തിലാണ് ഭരണപക്ഷം സഭയിൽ പ്രതിരോധം തീർക്കുക. പോലീസ് നടപടികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റും പ്രതിപക്ഷം ചർച്ചയ്ക്കായി ഉയർത്തും. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം ഇടതു നേതാക്കൾ സഭയിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാൽ റിസോർട്ടിലെ പരിശോധനകളും വാക്പോരിന് വഴി തുറക്കും. ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് MLA-മാരും MP-മാരും നടത്തുന്ന ഡൽഹി സമരവും സഭയിൽ ചർച്ചയായേക്കും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. മാർച്ച് 27 വരെയാണ് സമ്മേളനത്തിന്റെ നിലവിലുള്ള സമയക്രമം. ജനം, തിരുവനന്തപുരം.